ചോര വീണ മണ്ണിൽ നിന്നുയർന്നു. വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവ സൂര്യൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു അതുല്യ പ്രതിഭയായിരുന്നു. ഒരു നൂറ്റാണ്ടിലധികം നീണ്ട അദ്ദേഹത്തിന്റെ ജീവിതം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 2025 ജൂലൈ 21 101 വയസ്സിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഥാലോകത്തിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ, നറേറ്റർ പ്രിസ്ക ജോസഫ്. ഇന്നത്തെ കഥ ശ്രീ വി എസ് അച്യുതാനന്ദൻ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു. ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെയും രാഷ്ട്രീയ യാത്രയെയും കുറിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണത്തിനിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കൃത്യമായ ദിശാബോധമുള്ള, ജനങ്ങളെ നയിക്കാൻ കഴിവുള്ള നേതാവ് എന്ന നിലയിൽ അദ്ദേഹം എന്നും രാഷ്ട്രീയത്തിലെ ഒരു ടൈറ്റൻ തന്നെയാണ്. വി എസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് പോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ സമരം തന്നെയായിരുന്നു ജീവിതം. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ സമരം മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന്. തീയിൽ കുരുത്ത ജീവിതം എന്ന് നിസ്സംശയം പറയാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം നോക്കുകയാണെങ്കിൽ പുന്നപ്ര വയലാർ സമരം, അതുപോലെ പഴയ കയർ ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ പ്രയത്നങ്ങൾ, ആലപ്പുഴയിൽ പാർട്ടിയുടെ ആരംഭകാലത്ത് അദ്ദേഹം അനുഭവിച്ച യാതനകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരും. അതുപോലെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ജ്വലിക്കുന്ന അധ്യായമാണ് വി എസിന്റെ കാലഘട്ടം. വിപ്ലവ വീര്യം സിരകളിൽ ആവാഹിച്ച ഒരു പോരാളിയാണ് അദ്ദേഹം. സമാനതകളില്ലാത്ത ധീരനായ ജനനായകൻ. ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ ഒരു ജനതയുടെ സമരചരിത്രമായി മാറുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ ഓരോ നിമിഷവും. ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവെച്ച് വി എസ് നടന്നു നീങ്ങിയത് ഒരു നൂറ്റാണ്ടിന്റെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളുടെ വഴിയായിരുന്നു. വി എസിന്റെ വാക്കുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ സമരം മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ഒരു സാധാരണ കുടുംബത്തിലാണ് വി എസ് ജനിക്കുന്നത്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ ദാരിദ്ര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തെ വേട്ടയാടാൻ തുടങ്ങി. 7-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ആ ബാലൻ ജ്യേഷ്ഠന്റെ തയ്യൽ കടയിൽ സഹായിയായും പിന്നീട് കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായും ജീവിതം ആരംഭിച്ചു. എന്നാൽ ഈ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ വിപ്ലവത്തിന്റെ പാതയിലേക്ക് നയിച്ചു. ഇന്ന് ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്നവർ, അത് നേതാക്കന്മാരോ നായകന്മാരോ പണ്ഡിതന്മാരോ പ്രമുഖരോ ആരോ ആകട്ടെ, അവരുടെ വളർച്ചയിൽ ആഴ്ന്നിറങ്ങിയ വേരുകൾ എന്ന് പറയുന്നത് കഷ്ടപ്പാടുകളാണ്, കഠിനാധ്വാനമാണ്, കരച്ചിലുകളും വേദനകളുമാണെന്ന് വി എസിന്റെ ജീവിതാനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ വേദനകൾ കണ്ടറിഞ്ഞ വി എസ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്നു. 1938 സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ ആരംഭിച്ച രാഷ്ട്രീയ ജീവിതം പി കൃഷ്ണപിള്ള എന്ന വിപ്ലവകാരിയുടെ സ്വാധീനത്തിൽ 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിച്ചേർന്നു. അതോടെ അദ്ദേഹത്തിന്റെ ജീവിതം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമരചരിത്രവുമായി ഇഴചേർന്നു. വർഷം 1946, പ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരം. സമരത്തിന്റെ പശ്ചാത്തലം: വി എസിന്റെ ഇടപെടലിനെ തുടർന്ന് ക്രൂരമായ മർദ്ദനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വളരെയധികം ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ, പല വെല്ലുവിളികളും നടത്തുന്ന ഇന്നത്തെ പുതുതലമുറയിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്ക് അദ്ദേഹം അനുഭവിച്ച യാതനകളെ കുറിച്ച് അറിയുമോ എന്നുള്ളത് സംശയമാണ്. പൂഞ്ഞാറിലെ ലോക്കപ്പ് അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും അതുപോലെ മറ്റ് പല നേതാക്കളുടെയും അനുഭവക്കുറിപ്പുകളിലൂടെ അറിഞ്ഞിട്ടുള്ളവരുടെ കണ്ണുകളിൽ എന്തായാലും ഈറനണിഞ്ഞിട്ടുണ്ടാകും. അതുപോലെ അദ്ദേഹത്തിന്റെ ഒളിവില ജീവിതം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് ഏകദേശം 4.5 വർഷത്തോളം ഒളിവിൽ ജീവിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഏറെക്കുറെ ജയിൽവാസത്തിലായിരുന്നു അദ്ദേഹം. അതുപോലെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ തടവറ അനുഭവങ്ങളും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിഭാജ്യ ഘടകമായി മാറിയ വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വി എസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വളരെ അടിത്തട്ടിൽ നിന്നും വളർന്നു വന്ന അദ്ദേഹം പിന്നീട് പാർട്ടിയുടെ നട്ടെല്ലായി മാറി. സംഘടനാ മികവായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ആയിട്ടായിരുന്നു തുടക്കം. പിന്നീട് ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായും സമിതി അംഗമായും അദ്ദേഹം പാർട്ടിയിൽ വളർന്നു വന്നു.
പിന്നീട് പാർട്ടി പിളർപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CPIM-ന്റെ രൂപീകരണം 1964 അദ്ദേഹത്തിലൂടെയായിരുന്നു. പിളർപ്പിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ VS-ന്റെ നിലപാട് CPIM-ന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാക്കി മാറ്റി. 1980 VS സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നതും VS തന്നെയാണ്. 1980 മുതൽ 92 വരെ ആ പദവി അദ്ദേഹം തുടർന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന പദവി കിട്ടിയിട്ടുണ്ട്. 1986 മുതൽ 2009 വരെയും പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ശ്രീ VS അച്യുതാനന്ദൻ. അതായത് പാർട്ടിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമായിരുന്നു അത്. പിന്നീട് പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലതും പല എതിർപ്പുകൾക്കും കാരണമായി, സ്വാഭാവികം. പിന്നീട് അച്ചടക്ക നടപടികൾക്കടക്കം അദ്ദേഹം വിധേയനായിട്ടുണ്ട്. ഇനി പാർലമെന്ററി ജീവിതത്തെ കുറിച്ച് സംസാരിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചപ്പോഴും പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും VS തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് നിയമസഭയിൽ എത്തിക്കുവാൻ അദ്ദേഹം എന്നും മുന്നിട്ട് നിന്നു. 1967 ആദ്യ നിയമസഭാ പ്രവേശനം. അത് അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചതായിരുന്നു. പിന്നീട് 1992 പ്രതിപക്ഷ നേതാവ്, 96 വരെ. 2001 പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്. 2011 മുതൽ 2016 വരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞാൽ, ഒരു പ്രതിപക്ഷ നേതാവിന് ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് VS അച്യുതാനന്ദൻ. പ്രതിപക്ഷ നേതാവായ VS സർക്കാരിനെ വിമർശിച്ച രീതി ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുകയാണുണ്ടായത്. അപ്രതീക്ഷിതമായ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നതും കേരളം അത് ആകാംക്ഷയോടെ കാത്തിരുന്നതും ഇന്നും രാഷ്ട്രീയ പ്രേമികളുടെ ഉള്ളിൽ മായാതെ കിടക്കുന്ന ചില ഓർമ്മകളാണ്. മുഖ്യമന്ത്രിയായി തുടർന്നപ്പോൾ അദ്ദേഹം ചെയ്ത ചില പ്രധാന സംഭവങ്ങൾ നോക്കാം. അതിൽ ഏറ്റവും പ്രധാനം ഓപ്പറേഷൻ മൂന്നാർ തന്നെയാണ്. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനെടുത്ത ധീരശ്രമങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും നമുക്കറിയാം. അതുപോലെ കായൽ കയ്യേറ്റങ്ങൾ നടത്തിയവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചതും രാഷ്ട്രീയത്തിൽ ഒരുപാട് സംസാര വിഷയം തന്നെ ആയിട്ടുണ്ട്. ജനകീയ വിഷയങ്ങളിലെ നിലപാട്, പരിസ്ഥിതി വിഷയങ്ങൾ, സ്ത്രീ സമത്വം, തണ്ണീർത്തട സംരക്ഷണങ്ങൾ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ നഴ്സുമാരുടെ ശമ്പള വർധന, ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ, സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളെ പ്രോത്സാഹിപ്പിക്കൽ, ഇതെല്ലാം ജനങ്ങളിൽ അദ്ദേഹത്തിന് നല്ലൊരു പ്രതിച്ഛായ സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും അധികം ശ്രദ്ധിച്ചത് അഴിമതിക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നടപടി സ്വീകരിക്കുക എന്നതാണ്. സ്വാഭാവികമായും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം ഒരു ഭീഷണി തന്നെയായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അഴിമതിക്കാരായ ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥർ VS-നെതിരെ തിരിയുകയും പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതും അക്കാലത്ത് പരസ്യമായ ഒരു രഹസ്യമായിരുന്നു. പിന്നെ എൻഡോസൾഫാൻ പോലുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാട് തീർത്തും പ്രശംസനീയമാണ്. ഇനി അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തെ കുറിച്ച് സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു നൂറ്റാണ്ടിന്റെ സന്ധ്യ എന്നാണ്. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ കാരണം പല പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിന്നതും പാർട്ടിയിൽ ഒരു ശൂന്യത സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. ഒരു തറവാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന കാരണവർ പെട്ടെന്ന് ഇതിൽ നിന്നെല്ലാം മാറി നിന്നാൽ ഉണ്ടാകുന്ന ഒരു കുറവ്, അതുപോലെയാണ് പാർട്ടിക്ക് ശ്രീ VS-ന്റെ വാർദ്ധക്യകാലം. ആധുനിക കേരളം കണ്ട ഏറ്റവും ശക്തനായ ജനകീയ നേതാക്കളിൽ ഒരാളായിരുന്നു VS. അധികാരത്തിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം ജനങ്ങളുടെ പക്ഷത്തായിരുന്നു എന്നുള്ളത് സത്യമാണ്. 100-ാം വയസ്സിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു. 2019 അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടായത്. അതോടെ പൊതുരംഗത്ത് നിന്ന് വിടവാങ്ങി. രോഗാവസ്ഥയിലും ജനങ്ങളുടെ നന്മയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സമൂഹത്തിൽ താഴെത്തട്ടിൽ നിന്ന് കയറി വരാൻ ശ്രമിക്കുന്നവർക്ക് VS എന്ന നേതാവിന്റെ ജീവിതം ഒരു മാതൃകയാണ്. മറ്റൊരു കഥയുമായ കഥാലോകത്തിൽ വീണ്ടും കാണാം. Until next time, stay curious, stay inspired, stay tuned. Thank you.